ഹലോ, ഗുഡ് മോർണിംഗ്. വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിട്ടാണ്. അത് ആർക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നിയോണ്ടാണ് ഞാനിവിടെ വീഡിയോ ഇടായിരുന്നത്. അതിൽ പെയിൻറ്റേഴ്സിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ അത് പ്രകാരമാണ് ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാനായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും ജോലികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ജോലിക്ക് അപ്ലൈ ചെയ്യാതിരിക്കരുത് നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ എനിക്ക് വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റും പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് ടൈമിന് ശേഷമാണ് വീണ്ടും ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാവരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഡിക്ലൈൻ വരുന്നത് സ്വാഭാവികമാണ് കേട്ടോ. ഇപ്പോൾ ഒറ്റ ജോലിക്ക് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ജോലി കിട്ടിയെന്ന് വരും. അല്ലെങ്കിലോ 100 ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും കുറേ ഡിക്ലൈൻ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നാച്ചുറലാണ്. ഇവിടെ തന്നെ ഒരുപാട് പേർക്ക് AI വന്നതോടുകൂടി ജോലിയൊക്കെ പോയിരിക്കുകയാണ്. അവർ വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, അവർക്ക് വീണ്ടും കിട്ടുന്നു, കുറേ ഡിക്ലൈൻ കിട്ടും, അതിനുശേഷം ജോലി കിട്ടും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നാച്ചുറൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ CV തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കുക. ഇപ്പോൾ ഒരു കുറേ നാളായില്ലേ ഒരു സെയിം ടെംപ്ലേറ്റിൽ CV വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ആ CV ഒന്ന് ചേഞ്ച് ആക്കുക. അതായത് പുതിയ ടെംപ്ലേറ്റിൽ നിങ്ങൾ ആ CV ആഡ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒരേ CV തന്നെ വെച്ച് എപ്പോഴും സെയിം കമ്പനിക്ക് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അപ്പോൾ അതുവഴി ഒരുപാട് പേർക്ക് കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു റെഫറൻസിനുള്ള ഒരു അഡ്രസ്സെങ്കിലും കിട്ടും. അതായത് ഒരു വിദേശ വനിതയുടെയോ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഓഫീസറുടെയോ നമ്പറൊക്കെ റെഫറൻസ് കിട്ടുന്നത് ജോലി കിട്ടാനായിട്ട് എളുപ്പമാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് ആരും മറക്കരുത്. CV മാറ്റി ഒന്നുകൂടി ടൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്ന് ആ ചോദിച്ച വ്യക്തിക്ക് വേണ്ടി ഞാനൊരു പെയിൻറ്റേഴ്സിൻ്റെ ജോബ് വീഡിയോ ഇടുന്നുണ്ട്. ഒരുപാട് പെയിൻറ്റേഴ്സിനെ ആവശ്യമുണ്ട് കേട്ടോ. കൺസ്ട്രക്ഷനിൽ വളരെ കൂടുതൽ ഡിമാൻഡുള്ള ഒരു ജോബാണ് പെയിൻറ്റർ, ഫിറ്റർ, അതുപോലെ ബ്രിക്ക് ലെയർ, ടൈലർ. ഇവരൊക്കെ ഇതെല്ലാം നല്ല ഡിമാൻഡുള്ള ജോബ്സാണ്. കാരണം എപ്പോഴും വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എർത്ത്ക്വേക്കിൽ ഇവിടെ കേട് സംഭവിച്ച ബിൽഡിങ്സ് ഒക്കെ ഇപ്പോൾ ഇടിച്ച് നിരത്തി കളഞ്ഞിട്ട് അവിടെയൊക്കെ പുതിയ പുതിയ ഫ്ലാറ്റുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡിലാണെങ്കിൽ ക്രൈസ്റ്റ് ചർച്ചിൽ ഒരു വലിയ സ്റ്റേഡിയം വരുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ക്രൈസ്റ്റ് ചർച്ചിൽ ഒരുപാട് ബിൽഡിങ്സ് വരുന്നുണ്ട്. ക്രൈസ്റ്റ് ചർച്ചിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഫ്ലാറ്റ്സ് ഒക്കെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് ഒരുപാട് ആവശ്യമുണ്ട്. ഈ ജോലികളുടെ നോട്ടിഫിക്കേഷനിൽ എപ്പോഴും നമുക്കിവിടെ കാണാം അർജന്റ്ലി ഹയറിങ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ ലെവലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ജോലികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തോടുക കേട്ടോ. എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് ഞാൻ പെയിൻറ്റേഴ്സിൻ്റെ മാത്രമല്ല, കോമൺ ആയിട്ടുള്ള ഒരു ലിങ്ക് കൂടി താഴെ ഇടുന്നുണ്ട്. അതായത് ഇൻ്റർവ്യൂവിന് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുക. അതാണ് സ്വപ്നം എന്ന് പറയുന്നത്. നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. നമ്മൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, ഉറങ്ങാതെ കാത്തിരിക്കുന്നത്, അത് നേടിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതാണ് നമ്മുടെ സ്വപ്നം. ഇവിടെ എത്തിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നാട്ടിൽ കിടന്ന് കാശിന് വേണ്ടിയും അതുപോലെ കുട്ടികളുടെ കാര്യമൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന പോലെ ഇവിടെ യാതൊരു ടെൻഷനില്ല കേട്ടോ. ടെൻഷൻ ഫ്രീ ലൈഫാണുള്ളത്. അപ്പോൾ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ആ ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ജോബ് അതിലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് മറക്കരുത്. അവിടെ പ്രൊഫൈൽ ഉണ്ടാക്കിയവർക്ക് ഒരുപാട് ഇതുപോലുള്ള എംപ്ലോയേഴ്സിനെ ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇങ്ങോട്ട് വരാൻ നോക്കുന്നവരുണ്ട്. എൻ്റെ അറിവിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഉണ്ടാക്കുക. ഇത്തരം എംപ്ലോയേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കുക. അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. പിന്നീട് അത് നിങ്ങൾക്ക് പലതരത്തിൽ ഉപകരിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു റെഫറൻസ് കൊടുക്കാനെങ്കിലും അവരുടെ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ തരും. അപ്പോൾ അത് മറക്കാണ്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ നാളെ മുതൽ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഇട്ടേക്കാം. നിങ്ങളുടെ ജോബ് അതിലുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് സ്ക്രീൻ റെക്കോർഡുമായിട്ട് കാണാം. അതുവരെ സീ യു, ബൈ.